നമുക്ക് ഇപ്പം ഒരു വെഡ്ജ് പ്രോബ്ലം, വെഡ്ജ് ഫ്രിക്ഷൻ്റെ പ്രോബ്ലം നോക്കാം. സോറി, നമ്മൾ വെഡ്ജ് ഇന്നലെ നോക്കിയായിരുന്നല്ലോ, അതെല്ലാവർക്കും ഓർമ്മയുണ്ടെങ്കിലേ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റത്തുള്ളേ. ഞാനിവിടെ കാണിച്ചു തരാം, പ്രശ്നമില്ല. ക്വസ്റ്റ്യൻ വായിക്കും. ഫൈൻഡ് ദ ഹൊറിസോണ്ടൽ ഫോഴ്സ് P on the 10-degree wedge shown the figure to raise the 1500 Newton load. The coefficient of friction is 0.3 at all contact surface. വെഡ്ജിന് രണ്ട് കോണ്ടാക്ട് സർഫസ് ആണ് ഉള്ളത്. ഒന്ന് കണ്ട് ഇവിടെയും വരും, ഒന്ന് ഈ താഴെയും വരുവേ. ഫോഴ്സ് P ദണ്ട് ഇങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ P ആണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ വെയിറ്റ് 1500 ഉണ്ട്. പിന്നെ വെഡ്ജ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് വെഡ്ജ് ആംഗിൾ, 10 ഡിഗ്രി തന്നിരിക്കുന്നത്. ഓക്കെ, ഇതാണ് വെഡ്ജ് ആംഗിൾ. അപ്പൊ ഇന്നലെ പഠിച്ച ഓർമ്മയുണ്ടോ വെഡ്ജിനെ കുറിച്ച്? അതിന്റെ ഇതൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയായിരുന്നു വെഡ്ജിന്റെ ഫിഗർ വരുന്നത്. ഇതിന്റെ ആംഗിൾ എടുക്കുന്ന മാത്രം ഒന്നുകൂടെ ഓർത്തിരുന്നാൽ മതി. ഇങ്ങനെ റിസോൾവ് ചെയ്യുന്ന ഏതൊക്കെ ഫോഴ്സ് ഉണ്ടെന്ന്. ഫ്രിക്ഷണൽ ഫോഴ്സ് താഴോട്ടുണ്ട്, ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് കാണും, ഇവിടെയും ഒരു റിയാക്ഷൻ ഫോഴ്സ്. ഈ ചരിഞ്ഞിരിക്കുന്ന ബോഡിയിലെ നമ്മൾ അപ്പർ ബോഡിയുടെ കാര്യമാണ് പറയുന്നത്. ഫസ്റ്റ് അപ്പർ ബോഡി എടുക്കുക. അപ്പർ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചാൽ സെൽഫ് വെയിറ്റ് W താഴേക്ക് കാണും, ഫ്രിക്ഷണൽ ഫോഴ്സ് μr1 താഴോട്ട് കാണും. ഈ സൈഡിലൊരു റിയാക്ഷൻ ഫോഴ്സ് R1 ഉണ്ട്. പിന്നെ ഈ ചരിഞ്ഞിരിക്കുന്ന പ്ലെയിനിൽ റിയാക്ഷൻ ഇങ്ങനെ ചരിഞ്ഞുണ്ട്. പിന്നെ താഴോട്ട് ഇവിടെ ഈ പ്ലെയിനിലെ ഫ്രിക്ഷണൽ ഫോഴ്സ് μ2r2 കാണും. പിന്നെ അതിന്റെ ആംഗിൾസ് എടുക്കണ്ടേ, കണ്ടല്ലോ. ഇവിടെയാണ് ആൽഫ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നതെങ്കിൽ ആൽഫയാണ് ഇവിടെ തന്നിരിക്കുന്ന വെഡ്ജ് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, ആൽഫയാണ് തന്നിരിക്കുന്നതെങ്കിൽ ഈ പ്ലെയിനിന്റെ റിയാക്ഷനും വെർട്ടിക്കലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും. ഇവിടെയുള്ള ഫ്രിക്ഷണൽ ഫോഴ്സും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും ആൽഫ തന്നെയായിരിക്കും. ഫിഗർ ഓർത്തിരിക്കണം. അതുപോലെ തന്നെ വെഡ്ജ് എടുത്തിട്ട് ചെയ്യുമ്പോഴുള്ളത്, വെഡ്ജിന്റെ ഈ പ്ലെയിനിൽ, ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിനിൽ റിയാക്ഷൻ കാണും. പിന്നെ ഇവിടെ ഒരു ഫോഴ്സ് P ഉണ്ട്. പിന്നെന്താ μ2r2 ഇങ്ങോട്ടുണ്ട്. ഡയറക്ഷൻസ് നോക്കിയിരിക്കണം. ഇതുപോലെ തന്നെ ആയിരിക്കും പ്രോബ്ലത്തിലും ഡയറക്ഷൻ വരുന്നത്. R2 താഴോട്ട്, μ2r2 ഇങ്ങനെ മുകളിലോട്ട്. പിന്നെ ഈ പ്ലെയിനിൽ, ഈ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ റിയാക്ഷൻ R3 ഉണ്ട്. പിന്നെ μ3r3 റൈറ്റിലേക്കും ഉണ്ട്. ഇത്രയാണ് ഫോഴ്സസുകളുള്ളത്. ഇത് ഓർത്തിരിക്കണം എല്ലാവരും. ഓക്കെ, ഇനി പ്രോബ്ലം ചെയ്യാം. നമ്മളപ്പോൾ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ഫസ്റ്റ് നമ്മൾ എന്തിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം? അപ്പർ ബോഡി എടുത്താൽ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കാം. എന്നിട്ട് അപ്പർ ബോഡി എടുക്കണം. അപ്പർ ബോഡി എടുക്കുമ്പോൾ ബോഡി ഉണ്ട്, താഴേക്ക് ചരിഞ്ഞാണ്ട് പ്ലെയിൻ. ഓക്കെ, ഇവിടെ വരുന്ന ആംഗിൾ ആൽഫ. പിന്നെ എന്തൊക്കെയുണ്ട്? സെൽഫ് വെയിറ്റ് W താഴോട്ട് വരും, അതായത് 1500 തന്നിട്ടുണ്ട്. പിന്നെ μ1r1 ഉണ്ട് താഴോട്ട്. നോർമൽ റിയാക്ഷൻ R1 ഉണ്ട്. ഇവിടെ നോർമൽ റിയാക്ഷൻ ഉണ്ട് R2 ഹൊറിസോണ്ടലോട്ട് മേക്കുന്ന ആംഗിൾ ആണ് ആൽഫ. പിന്നെ ഇവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട് μ2r2, അത് ഹൊറിസോണ്ടലോട്ട് മേക്കുന്ന ആംഗിളും ആൽഫ തന്നെയാണ്. ഓക്കെ, ഇത്ര നമുക്കറിയാലോ. ഇനിയും വെഡ്ജ് എടുത്ത് വരയ്ക്കും. വെഡ്ജ് വരയ്ക്കുമ്പോൾ വെഡ്ജ് എടുത്തു. അതിന്റെ ഇവിടെ ആൽഫയുണ്ട്, ഒരു P ഇങ്ങോട്ട് തന്നിട്ടുണ്ട്. ഇവിടെ ഒരു നോർമൽ റിയാക്ഷൻ R3 ഉണ്ട്. ഇതിന് ഓപ്പോസിറ്റും എന്താണ് ഫ്രിക്ഷണൽ ഫോഴ്സ് കാണും, μ3r3. അതായത് നമ്മൾ ഇവിടെ R1 എടുത്തു, ഈ ഇൻക്ലൈൻഡ് പ്ലെയിനിൽ R2 എടുത്തു, ഇവിടെ R3 എടുത്തു. അതുകൊണ്ടാണ് ഇവിടെ μ3r3 വന്നത് കേട്ടല്ലോ. അപ്പൊ ഇവിടെ ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ അവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് R2 ഉണ്ട്. പിന്നെ R2 വെർട്ടിക്കലോട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് അങ്ങോട്ടുണ്ട് μ2r2 ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും ആൽഫ. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഫിഗർ വരച്ച ക്ലിയർ ആണല്ലോ. ഇനി ഇതിന് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുത്താൽ മതി. ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഓക്കെ, നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുത്ത് സോൾവ് ചെയ്യുക. രണ്ടിന്റെയും ഇക്വിലിബ്രിയം കണ്ടീഷൻസ്
ഏതൊക്കെയാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു സീറോയും സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു സീറോ എന്നുള്ള രണ്ട് ഇക്വിലിബ്രിയം കണ്ടീഷൻസ് എടുത്ത് സോൾവ് ചെയ്യാം. ആദ്യം ഈ ഫിഗർ എടുത്തു. ഇതിന്റെ സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു സീറോ എന്നുള്ള കണ്ടീഷൻ ആദ്യം എടുക്കുക. ഇക്വിലിബ്രിയം കണ്ടീഷൻ അതൊക്കെയാണ് സിഗ്മ എഫ് എക്സ് ആൻഡ് സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു സീറോ എന്നുള്ളതാണ് ഇക്വിലിബ്രിയം കണ്ടീഷൻസ്. ഫസ്റ്റ് നമ്മൾ സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു സീറോ എന്നുള്ള കണ്ടീഷൻ എടുത്തു. അപ്പൊ എഫ് എക്സ് ഏതൊക്കെയാണ്? R1. നമുക്ക് റൈറ്റിലേക്കുള്ളത് പോസിറ്റീവായിട്ട് എടുക്കാം. റൈറ്റിലേക്കുള്ളത് R1 ഉണ്ട്, പിന്നെ വേറെ ഒന്നുമില്ല. ഇനി ഇതിനെയും റിസോൾവ് ചെയ്യുകയാണ് വേണ്ടത്. R2ഉം ഇൻക്ലൈൻഡ് ചരിഞ്ഞാണ് കിടക്കുന്നത്, μ2 R2ഉം ചരിഞ്ഞാണ് കിടക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഹൊറിസോണ്ടലുമായിട്ടും ഇത് വെർട്ടിക്കലുമായിട്ടാണ്. ആദ്യം നമ്മൾ μ2 R2നെ റിസോൾവ് ചെയ്യാം. μ2 R2 ഇങ്ങോട്ടുണ്ട്. അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആൽഫ. അന്നേരം ഇത് എത്രയായിരിക്കും? ഹൊറിസോണ്ടലിന് അടുത്ത് കിടക്കുന്നത് μ2 R2 കോസ് ആൽഫയും താഴോട്ട് കിടക്കുന്നത് μ2 R2 സൈൻ ആൽഫയും ആയിരിക്കും. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. ഇനിയും നമ്മൾ രണ്ടാമത്തത് R2നെ റിസോൾവ് ചെയ്യും. R2 മുകളിലോട്ടാവുമ്പോൾ രണ്ട് കമ്പോണന്റ് ഉണ്ട്. എവിടെയാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നത്? വെർട്ടിക്കലുമായിട്ടാണ്. അപ്പോൾ ഇവിടുത്തെ കമ്പോണന്റ് എന്തായിരിക്കും? R2 കോസ് ആൽഫ. ഇവിടുത്തെയോ R2 സൈൻ ആൽഫയും. ഡൗട്ടൊന്നും ഇല്ലല്ലോ. റിസോൾവ് ചെയ്ത് നമ്മൾ എല്ലാ പ്രോബ്ലത്തിനും റിസോൾവ് ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ. ഓക്കെ. ഇനി സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു സീറോ എടുക്കുക. ഓക്കെ. സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു സീറോ എടുക്കുമ്പോൾ ഇനി ഏതൊക്കെയുണ്ട്? റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ R1 റൈറ്റിലോട്ടുണ്ട്, പിന്നെ μ2 R2 ലെഫ്റ്റിലോട്ടാണ്, R2 സൈൻ ആൽഫയും ലെഫ്റ്റിലോട്ടാണ്. ഇതെല്ലാം കൊടുക്കുക. അപ്പം R1 മൈനസ് μ R2 μ2 R2 കോസ് ആൽഫ മൈനസ് R2 സൈൻ ആൽഫ ഇസിക്കൽ ടു സീറോ. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ. മ്യൂ എത്രയാണ്? ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 0.3 തന്നിട്ടുണ്ട്. ആൽഫ 10 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ. നമ്മളത് ഗിവൺ കണ്ടീഷൻ വേണമെങ്കിൽ എഴുതി വെച്ചു. മ്യൂ ഇസിക്കൽ ടു 0.3, ആൽഫ ഇസിക്കൽ ടു 10 ഡിഗ്രി. ഇത്രയും ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ സിംപ്ലൈസ് R1 മൈനസ് 0.3 R2 കോസ് 10 മൈനസ് R2 സൈൻ 10 ഇസിക്കൽ ടു 0. കറക്റ്റ് ആണല്ലോ. ക്ലിയർ ആവുന്നില്ലേ പ്രോബ്ലം? ഉണ്ടല്ലോ. R2 സൈൻ ആൽഫ ഇസിക്കൽ ടു 0 വിച്ച് ഇംപ്ലൈസ് ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോവുക. അന്നേരം R1 ഇസിക്കൽ ടു 0.3. ഇവിടെ നോക്ക്, രണ്ടിടത്തും R2 ഉണ്ട്. അപ്പൊ നമുക്ക് R2നെ കോമൺ എടുക്കാമല്ലോ. R2നെ കോമൺ എടുത്താൽ ബാക്കി എന്ത് വരും? 0.3 കോസ് 10 പ്ലസ് ബാക്കിയുള്ളത് സൈൻ 10 ഇങ്ങനെ കിട്ടും. ഇനി കോസ് 10ഉം സൈൻ 10ഉം കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത് R1 ഇസിക്കൽ ടു 0.47 R2 എന്ന് കിട്ടും. R1 ഇസിക്കൽ ടു 0.47 R2. അതായത് കോസ് 10ന്റെയും സൈൻ 10ന്റെയും വാല്യൂ നമ്മൾ കാൽക്കുലേറ്ററിൽ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഇങ്ങനെ കിട്ടുന്നത്. നിങ്ങൾ ഇങ്ങനെ എഴുതി വെക്കരുത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തിട്ട് എഴുതി വെക്കാവുള്ളൂ. ഓക്കെ. ഇനി വെർട്ടിക്കൽ കമ്പോണൻസ് സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു 0 എന്നുള്ള പോർഷൻസ് എടുക്കാം. ഇതിനെ നമ്മൾ 1 എന്ന് വിളിക്കാം. ഈ സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു 0 എന്ന് എടുത്താൽ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തൊക്കെയുണ്ടെന്ന് നോക്കി. കാരണം ഇവിടെ സെൽഫ് വെയിറ്റ് W താഴേക്കുണ്ട് 1500, പിന്നെ μ1 R1 താഴേക്കുണ്ട്, പിന്നെ ഈ μ2 R2ന്റെ കമ്പോണന്റ് താഴേക്ക്, പിന്നെ R2ന്റെ കമ്പോണന്റ് മുകളിലോട്ട്. ഇതിനെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ. കൊടുക്കുകയാണ്. നമുക്ക് മുകളിലോട്ടുള്ളതിനെ പോസിറ്റീവ് എടുക്കാം, താഴോട്ടുള്ളതിനെ നെഗറ്റീവ്. ഓക്കെ. ഇപ്പൊ മുകളിലോട്ടുള്ളത് ഏതുണ്ട്? ഈ R2 കോസ് ആൽഫ മാത്രമേ ഉള്ളല്ലോ മുകളിലോട്ട്, ബാക്കിയെല്ലാം താഴോട്ടാണ്. അപ്പൊ അത് പോസിറ്റീവ് വരും. R2 കോസ് ആൽഫ മൈനസ് μ1 R1 മൈനസ് 1500
മൈനസ് മ്യൂ ടു ആർ ടു സൈൻ ആൽഫ ഇസ് ഈക്വൽ ടു 0. ഇനി ഓരോന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ ഉണ്ട്, മ്യൂവിൻ്റെ വാല്യൂ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആർ ടു കോസ് 10 മൈനസ് 0.3 R1 മൈനസ് 1500 മൈനസ് 0.3 R2 സൈൻ 10 ഇസ് ഈക്വൽ ടു 0. ഓക്കെ ഉണ്ടല്ലോ. ഇനി നമുക്കിവിടെ R1ന് 0.47 R2 എന്ന് കിട്ടിയായിരുന്നല്ലോ, അത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ടിങ് 1 അല്ലെങ്കിൽ ഫ്രം ഇക്വേഷൻ 1 we have R2 cos 10 minus 0.3 into 47 R2 minus 1500 minus 0.3 R2 sin 10 is equal to 0 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്താൽ മതി. ഇത് R2 കൊണ്ട് 2 കമ്പോണന്റ് ഉണ്ട്. അതിനെ R2ന്റെ എത്ര കമ്പോണന്റ് ഉണ്ട്? 3 കമ്പോണന്റ് എടുക്കുക. പിന്നെ ഉള്ളത് ബാക്കി 1500 അപ്പോൾ അത് ചെയ്യുമ്പോൾ R2നെ കോമൺ എടുത്താൽ കോസ് 10 വരും, മൈനസ് 0.3 ഇൻറ്റു 0.47 ഈ ടേം, പിന്നുള്ളത് മൈനസ് 0.3 സൈൻ 10 ഈസിക്കൽ ടു 1500. 1500നെ ഇക്വേഷൻ്റെ അപ്പുറത്ത് കൊണ്ടുപോയതാണ്. ക്ലിയർ ആണല്ലോ. എന്നിട്ട് ഇതിനെ സോൾവ് ചെയ്താൽ മതി. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.3 ഇൻറ്റു 0.47 ചെയ്യുക, സൈൻ 10 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് റിസോൾവ് ചെയ്യുക. റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് R2ന്റെ വാല്യൂ കിട്ടും. R2 ഈസ് ഈക്വൽ ടു 1894.63 ന്യൂട്ടൺ കിട്ടും. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്തിട്ട് വേണം ചെയ്യാനേ. സിമ്പിളാണ്, ഇത് സോൾവ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. R2ന്റെ വാല്യൂ കിട്ടും. ഓക്കെ, ഇവിടുന്ന് എന്നിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. therefore R1 is equal to 0.47 into 1894.63. ഓക്കെ, ഇത് സോൾവ് ചെയ്യണം. ആൻഡ് അതിൻ്റെ വാല്യൂ എഴുതുക. ഓക്കെ, നിങ്ങൾ ചെയ്തോളുമല്ലോ. R1 ഇവിടുന്ന് കണ്ടുപിടിച്ചെഴുതുക. ഇനി നമ്മൾ വെഡ്ജ് എടുത്തു, വെഡ്ജ് എടുക്കുക. ഇനി ഇവിടുത്തെ ഫോഴ്സുകൾ, ഇനി ഇവിടെ റിസോൾവ് ചെയ്യേണ്ട ഏതൊക്കെയാന്ന് നോക്കുക. റിസോൾവ് ചെയ്യേണ്ട 2 ഫോഴ്സുകളുണ്ട്. ഇവിടെയും R2 ഉണ്ട്, മ്യൂ ടു R2 ഉണ്ട്. ആദ്യം മ്യൂ ടു R2 എടുക്കുക. മ്യൂ ടു R2 അങ്ങോട്ടാണ്, അപ്പം ഇതും ഓപ്പോസിറ്റ് ആയിരിക്കും ഡയറക്ഷൻ. ഇപ്പോൾ ഇവിടെ മേക്ക് ചെയ്യുന്നത് ഹൊറിസോണ്ടലുമായിട്ടാണ് ആൽഫ മേക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ മ്യൂ ടു R2 ആണ്. ഇപ്പം ഇവിടെ മ്യൂ ടു R2 കോസ് ആൽഫ കിട്ടും. ഇവിടെ മ്യൂ ടു R2 സൈൻ ആൽഫ കിട്ടും. സംശയമൊന്നുമില്ലല്ലോ, ഹൊറിസോണ്ടലുമായിട്ടാണ് മേക്ക് ചെയ്യുന്നത് കൊണ്ട്. ഇനിയും R2 എങ്ങനെയാണ്? R2 ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയറക്ഷൻസും ഓപ്പോസിറ്റ് ഇങ്ങനെ ആയിരിക്കും. ഇവിടെ മേക്ക് ചെയ്തത് വെർട്ടിക്കലുമായിട്ടാണ് ആൽഫ മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് R2 കോസ് ആൽഫയും ഇത് R2 സൈൻ ആൽഫയും കിട്ടും. ക്ലിയർ ആണല്ലോ. അതിനെ രണ്ടിനെ റിസോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി ഇവിടെ ചെയ്ത പോലെ സിഗ്മ fx is equal to 0 എടുക്കുക. fxലേക്ക് ഏതൊക്കെ കമ്പോണന്റ് ഉണ്ട്? റൈറ്റിലേക്കുള്ളത് പോസിറ്റീവ് എടുത്താൽ മ്യൂ 3 R3 അങ്ങോട്ടുണ്ട്, പി ഓപ്പോസിറ്റ് ആണ്, മ്യൂ 2 R2 ഉണ്ട്, R2 സൈൻ ആൽഫയുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.3 ആദ്യം നമുക്ക് വെർട്ടിക്കൽ എടുക്കാം. കാരണം അവിടെ നിന്ന് വെർട്ടിക്കൽ ചെയ്താൽ R3 നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ആദ്യം നമ്മൾ സിഗ്മ Fy is equal to 0 എന്നുള്ളത് എടുത്ത്, സിഗ്മ Fx അല്ല, സിഗ്മ Fy is equal to 0 എന്നുള്ള കണ്ടീഷൻ എടുത്തു. വെർട്ടിക്കലുള്ള ഫോഴ്സുകൾ നോക്കുക. R3 ഉണ്ട്, R3 മുകളിലോട്ട്, പിന്നെ മ്യൂ ടു R2ന്റെ കമ്പോണന്റ് മുകളിലോട്ട്, R2ന്റെ കമ്പോണന്റ് താഴോട്ട്. മുകളിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ R3 പോസിറ്റീവ് ആവും, പ്ലസ് ഇതിൻ്റെ ഈ കമ്പോണന്റ് മ്യൂ ടു R2 സൈൻ ആൽഫ മൈനസ് കോസിന്റെ താഴോട്ടുള്ളത് R2 കോസ് ആൽഫ ഇസ് ഈക്വൽ ടു 0. ഇനി നമുക്കുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മ്യൂവിൻ്റെ വാല്യൂ ഉണ്ട്, ആൽഫയുടെ വാല്യൂ ഉണ്ട്. therefore R3 പ്ലസ് 0.3 R2 സൈൻ 10 മൈനസ് R2 കോസ് 10 ഇസ് ഈക്വൽ ടു 0.
നമുക്ക് നേരത്തെ പ്രീവിയസ് ഇവിടെ സോൾവ് ചെയ്തതിനകത്ത് നിന്ന് R2 വാല്യൂ ഉണ്ട്, ഇവിടുന്ന് കിട്ടി. അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R3 ഈസ് ഈക്വൽ ടു, ഇതിനെ അപ്പുറത്ത് കൊണ്ടുപോയാൽ R2 കോമൺ എടുത്താൽ cos 10 മൈനസ് 0.3 sin 10 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? R3 ഇവിടെ വെച്ചിട്ട് ഇക്വേഷൻ അപ്പുറത്ത് കൊണ്ടുപോയതാണ്. അങ്ങനെ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആവും. ഇങ്ങനെ കിട്ടി. നിങ്ങൾക്കിത് സിമ്പിൾ കാൽക്കുലേഷൻ ആയതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത് കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കണം. കാൽക്കുലേഷൻ വളരെ സിമ്പിൾ ആയതുകൊണ്ടാണ് സ്പീഡിൽ പറയുന്നത്. ഓക്കെ, ഇനി റിസോൾവ് ചെയ്താൽ മതിയല്ലോ. R2 വാല്യൂ ഉണ്ട്, കോസ് 10 sin 10 വാല്യൂ എല്ലാം ഉണ്ട്. ഇത് ചെയ്യുമ്പോൾ R3 നമുക്ക് 1763.67.15 ന്യൂട്ടൺ കിട്ടും. എല്ലാവരും കാൽക്കുലേറ്റർ സോൾവ് ചെയ്ത് നോക്കണം. അത് തന്നെ എഴുതി വെക്കരുത്, സോൾവ് ചെയ്തിട്ട് ആൻസർ ചെയ്യാവുള്ള. ഓക്കെ, നമുക്കിനി സിഗ്മ Fx = 0 എന്നുള്ള കണ്ടീഷനാണ് വേണ്ടത്. ഫിഗർ നോക്കി ഏതൊക്കെയുണ്ട്. പെർട്ടിക്കുലർ കമ്പോണന്റ് P ഉണ്ട്, ഇങ്ങോട്ട് μ3 R3 ഉണ്ട്, ഇതിന്റെ രണ്ടിന്റെയും ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ട്. അപ്പൊ റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ റൈറ്റിലോട്ട് ഏതാണ് ഉള്ളത്? μ2 R2 cos ആൽഫ ഉണ്ട്, R2 sin ആൽഫ ഉണ്ട്. μ2 R2 cos ആൽഫ പ്ലസ് R2 sin ആൽഫ, പിന്നെ അതുകൊണ്ട് μ3 R3 ഉണ്ട് റൈറ്റിലേക്ക്, പ്ലസ് μ3 R3, പിന്നെ P ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൈനസ് P = 0. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂവിന്റെ വാല്യൂ ഉണ്ട്, R2 വാല്യൂ ഉണ്ട്, കോസ് ആൽഫ ഉണ്ട്, R3 വാല്യൂ ഉണ്ട്, എല്ലാം ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. therefore P = മ്യൂ എന്താണ്? 0.3. R2 നമുക്ക് കിട്ടിയത് 17. R2 എത്രയായിരുന്നു കിട്ടിയത്? 1894.63 into cos 10 പ്ലസ് ഇവിടെ ഒരു R2 ഉണ്ട് 1894.63 sin 10 പ്ലസ് μ3.3 into R3 എത്രയാണ് കിട്ടിയത്? 1767.15 ഇത്രയാണ് കിട്ടിയത്. ഇനി ഇതിനെ സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യുമ്പോൾ പിന്റെ വാല്യൂ നമുക്ക് 1418.90 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, ഒന്നും ചെയ്തില്ല. ഇതാണ് ഇക്വേഷൻ. ഇക്വേഷനിലേക്ക് സാധനങ്ങളെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, പി കിട്ടുക. സിമ്പിളാണ് പ്രോബ്ലം. നമുക്കിപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിനെ റിസോൾവ് ചെയ്യേണ്ട മാത്രമാണ്. ഇത്രയും സാധനം നമ്മളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ പ്രോബ്ലം നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ആംഗിൾ എടുക്കുന്ന എല്ലാവരും ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കുക. ആൽഫ എവിടെയൊക്കെയാണ് വരുന്നത്, ഏതൊക്കെ ഫോഴ്സുകൾ, ആ ഫോഴ്സിന്റെ ഡയറക്ഷൻസ് എങ്ങോട്ടേക്ക്, റിസോൾവ് ചെയ്യേണ്ടത് ഏതൊക്കെ, അത് നോക്കാം. ക്ലിയർ ആണല്ലോ? ഓക്കെ ഓക്കെ വെഡ്ജ് ഫ്രിക്ഷന്റെ സിമ്പിൾ പ്രോബ്ലം ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. ഒരു പ്രോബ്ലം കൂടെ നോക്കാം. വെഡ്ജ് ഫ്രിക്ഷനെ കുറിച്ച് ഏറെ പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചു തരാം, നിങ്ങളത് ട്രൈ ടു സോൾവ്. ഒരു പ്രോബ്ലം കൂടെ നമുക്ക് നോക്കാമേ. നമ്മളെല്ലാം പ്രോബ്ലം ചെയ്യാനിരുന്നാൽ പോർഷൻ പെൻഡിങ് ഒത്തിരി ആവുക. ഇതിലൂടെ അയച്ചു തരാം, ഇതിലൂടെ ചെയ്യാം. എന്നിട്ട് വേറെ ക്വസ്റ്റ്യൻസ് അയച്ചിട്ട് നിങ്ങൾ ട്രൈ ടു സോൾവ് യുവർ സെൽഫ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്ക്. 2 wedges A and B are used to raise another block C weighing 1000 Newton as shown in the figure. Assuming coefficient of friction as 0.25 for all surfaces, determine the value of P in bending upwards version of block C. ഇങ്ങനെയാണ് ഫിഗർ. ഓക്കെ, ഫിഗർ ഇങ്ങനെയാണ്. അപ്പോൾ സി എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ഉണ്ട്, എയും ബിയും ആണ് അതിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ എയും ബിയും ആണ് ഇതിന്റെ വെഡ്ജസ്. അപ്പൊ ഇങ്ങനെ രണ്ട് ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടുമാണ് വെഡ്ജ്. എവിടെയാണ് ബ്ലോക്ക് ഇരിക്കുന്നത്? ഈ രണ്ട് ബ്ലോക്ക് ഇങ്ങോട്ട് പ്രസ് ചെയ്യുന്നതനുസരിച്ച്, ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഈ ബ്ലോക്ക് മുകളിലേക്ക് നീങ്ങുമെന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി തന്നിരിക്കുന്നത് പി ഉണ്ട്, പിന്നെ ഒരു ഈ സിയുടെ വെയിറ്റ് 1000 ന്യൂട്ടൺ തന്നിട്ടുണ്ട്. ഇവിടുത്തെ ആംഗിള് 1120 തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു സിമെട്രിക്കൽ ഫിഗറാണ്.
ഇത് രണ്ടിൻ്റെയും ഷേപ്പ് ഒന്നിനാണ്, മുകളിലിരിക്കുന്ന ഒന്നിനാണ്. അപ്പം ഇങ്ങനെ ഇതിനെ നമുക്ക് നടുക്കായി ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പുറവും ഇപ്പുറവും സെയിം ആയിട്ട് തന്നെ കിട്ടും, ഇതിൻ്റെ ബോഡിയുടെ സിമെട്രി വെച്ചിട്ട്. അപ്പം നമ്മൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെ അപ്പുറവും ഇപ്പുറവും സെയിം ആയിട്ട് തന്നെ കിട്ടുന്നത്. അപ്പോൾ ഓക്കെ, ഈ ആംഗിള് 120 വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ, കറക്റ്റ് അല്ലേ? ഇവിടെ 120 വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ടോട്ടൽ എടുക്കുകയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രി. ഇവിടെ 120 തന്നേക്കുന്നുണ്ട്, ബാക്കി ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ 60 ഡിഗ്രി വരണം. ഓക്കെ, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ, ഈ രണ്ട് ആംഗിളും ചേരുമ്പോൾ 60 ഡിഗ്രിയാണ് വരേണ്ടത്. ഇപ്പം ഇവിടെ 180 ഡിഗ്രി വന്നിട്ടുണ്ടല്ലോ. ഇവിടെ സിമെട്രിക്കൽ ആയതുകൊണ്ട് ഈ ആംഗിളും സെയിം തന്നെ ആയിരിക്കും. ഈ ബോഡിയുടെ സിമെട്രിക്കൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പുറം സെയിം തന്നെ ആയിരിക്കും. അതുകൊണ്ട് 60 രണ്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ 30 കിട്ടും. രണ്ട് ആംഗിളും 30 ആണ്. അപ്പം ആൽഫ = 30 നമുക്ക് കിട്ടും. ഇതാണ് വെഡ്ജ് ആംഗിൾ. ഇത് നമ്മൾ നോക്കിയത് വെഡ്ജിൽ എടുക്കണം, ഇത് ആംഗിൾ അല്ലേ വെഡ്ജ് ആംഗിൾ. കറക്റ്റ്. 30 കിട്ടിയത് മനസ്സിലായല്ലോ. 120 വന്നിട്ടുണ്ട്, ഫുൾ 180 ആണ്. സിമെട്രി വെച്ച് നോക്കുകയാണെങ്കിൽ ബാക്കി രണ്ടും കൂടെ ചേരുമ്പോൾ 60 വരും. സിമെട്രിക്കൽ ആയതുകൊണ്ട് 30 + 30 60 എടുത്ത് നമ്മൾ. ഓക്കെ, അങ്ങനെയാണ് 30 ഡിഗ്രി കിട്ടിയിരിക്കുന്നത്. ഇപ്പം വെഡ്ജ് ആംഗിൾ ആൽഫ = 30 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ നമുക്ക് ഗിവൺ എന്തൊക്കെയുണ്ട്? μ.25 ആണ് എല്ലായിടത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആൽഫ = 30 ഡിഗ്രി എന്ന് കിട്ടി. ബോഡിയുടെ വെയിറ്റ് 1000 ന്യൂട്ടൺ ഉണ്ട്. ഇത്രയാണ് ഗിവൺ കണ്ടീഷൻ. ഓക്കെ, ഇനി നമുക്ക് ഫ്രീ ബോഡി ഡയഗ്രാം ഓരോന്നിന്റെയും എടുത്ത് ചെയ്യാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? അപ്പർ ബോഡി എടുക്കുക. അപ്പർ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം. കൺസിഡർ അപ്പർ ബോഡി അല്ലെങ്കിൽ ബോഡി സി. അപ്പർ ബോഡി സി എടുത്തിട്ട് സോൾവ് ചെയ്യാം. ഇനിയിപ്പം ഓരോന്നിന്റെയും എടുത്ത് റിസോൾവ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ അപ്പർ ബോഡി എടുത്ത് വെക്കുക, പിന്നെ വെഡ്ജ് എടുത്ത് റിസോൾവ് ചെയ്തില്ല ഫ്രീ ബോഡി ഡയഗ്രാം. ആദ്യം അപ്പർ ബോഡിയുടെ ഫ്രീ ബോഡി ഡയഗ്രാം എടുക്കാം. കൺസിഡർ ബ്ലോക്ക് സി. ബ്ലോക്ക് സി എടുത്താൽ അതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കും. ഇങ്ങനെയാണ് വരുന്നത്. കറക്റ്റ് അല്ലേ? ഇതിനൊരു സെൽഫ് വെയിറ്റ് തന്നിട്ടുണ്ട് 1000 ന്യൂട്ടൺ താഴേക്ക്. പിന്നെ ഇവിടെ റിയാക്ഷൻ ഉണ്ട്, രണ്ട് സ്ഥലത്തോട്ട് റിയാക്ഷൻ ഉണ്ട്. അത് R ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ വെഡ്ജിന്റെ പ്രോബ്ലം ചെയ്യുമ്പം ഈ എന്താണ് ചെയ്യുന്നത്? R ഹൊറിസോണ്ടൽ വെർട്ടിക്കലായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആയിരിക്കും ആൽഫ. സംശയമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ഫോഴ്സുകൾ ഏതൊക്കെയാണ്? μr ഉണ്ട്, ഇവിടെ μr ഉണ്ട്. ഇതും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്, ആൽഫ. μr ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആൽഫ. സംശയമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ പ്രോബ്ലത്തിലും ചെയ്ത പോലെയാണ് ആംഗിൾ എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിനെ റിസോൾവ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? റിസോൾവ് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ എടുത്തേ. ഈ ആറിനെ റിസോൾവ് ചെയ്യണം, μr റിസോൾവ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ആറിനെ റിസോൾവ് ചെയ്യും. 6 ഇങ്ങനെയാണ് ഡയറക്ഷൻ. അപ്പോൾ അതിന് രണ്ട് ഡയറക്ഷൻ ഫോഴ്സുകൾ ഇങ്ങനെയാണുള്ളത്. ഇത് 6. അപ്പോൾ ഇവിടെ 6 എങ്ങനെയാണ് മേക്ക് ചെയ്തേക്കുന്നത്? ഹൊറിസോണ്ടലോ വെർട്ടിക്കലോ ആയിട്ടാണ് ആൽഫ. ഇവിടെ വരുന്നത് R cos ആൽഫ, ഇവിടെ വരുന്നത് R sin ആൽഫ. കറക്റ്റ് ആണല്ലോ. ഇനിയുള്ള അടുത്ത ഏതാ? ഇവിടെ ഉള്ളത് μr താഴേക്കുണ്ട്. അപ്പോൾ അവിടെ വരുന്ന കമ്പോണന്റ് ഇങ്ങനെയായിരിക്കും. μr ഹൊറിസോണ്ടലുമായിട്ടാണ് ആൽഫ മേക്ക് ചെയ്യുന്നത്. അന്നേരം ഇവിടെ μr cos ആൽഫ വരും, ഇവിടെ μr sin ആൽഫയും വരും. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനിയും വേറെ ഏതാണ്? ഇനി റൈറ്റ് സൈഡിലെ ഫിഗർ നോക്ക്. റൈറ്റ് സൈഡിലെ കമ്പോണൻസ് എടുത്താൽ ഇവിടെ R2 ഉണ്ട്, μr ഉണ്ട്. ഇവിടെ R എങ്ങനെയാണ്? ഇവിടുത്തെ Rന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന്റെ ഫോഴ്സുകൾ ഇങ്ങനെ വരും. കറക്റ്റ് അല്ലേ?
ഇവിടെ വെർട്ടിക്കലുമായിട്ടാണ് ആൽഫ. അപ്പം ഇവിടെ ആർ കോസ് ആൽഫ, ഇവിടെ ആർ സൈൻ ആൽഫ. ഓക്കെ, ഇനി മ്യൂ ആർ എങ്ങനെയാണ് കിടക്കുന്നത്? മ്യൂ ആർ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഇവിടെ കിടക്കുന്നത് മ്യൂ ആർ. അപ്പോൾ അതിൻ്റെ കമ്പോണൻസ് ഇങ്ങനെയാണ് വരുന്നത്. ഹൊറിസോണ്ടലുമായിട്ടാണ് ആൽഫ മേക്കുന്നത്. അന്നേരം ഇവിടെ മ്യൂ ആർ കോസ് ആൽഫ, ഇവിടെ മ്യൂ ആർ സൈൻ ആൽഫ. സംശയമൊന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ, റിസോൾവ് ചെയ്തത്. ഇനി എന്താ, സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു 0യും സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കണം. ആദ്യം നമ്മൾ സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കാം. സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുത്താൽ ഇവിടെ ഏതൊക്കെ വരും? വെർട്ടിക്കൽ കമ്പോണൻസ് 1000 ഉണ്ട്, 1000 ഉണ്ടല്ലോ. നമ്മൾ അപ്പർ മുകളിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ 1000 താഴോട്ടാണ്. ആർ കോസ് ആൽഫ മുകളിലോട്ടുണ്ട്, ഇവിടെയും ആർ കോസ് ആൽഫ മുകളിലോട്ട്. ഇവിടെ മ്യൂ ആർ സൈൻ ആൽഫ താഴോട്ടും, മ്യൂ ആർ സൈൻ ആൽഫ ഇവിടെയും താഴോട്ടാണ്. അപ്പം ഓരോന്നിലും എടുക്കും, പോസിറ്റീവുകളൊക്കെ എടുക്കും. ആർ കോസ് ആൽഫ പ്ലസ് ഇതും മുകളിലോട്ട് ആർ കോസ് ആൽഫ, താഴോട്ടുള്ളത് മ്യൂ ആർ സൈൻ ആൽഫ മൈനസ് മ്യൂ ആർ സൈൻ ആൽഫ മൈനസ് മ്യൂ ആർ സൈൻ ആൽഫ, അത് ഇതിൻ്റെയും. പിന്നെ ഉള്ളത് 1000 താഴോട്ടാണ്. 1000 ഇസിക്കൽ ടു 0 കിട്ടില്ല. ഇതിൻ്റെ എല്ലാം വെർട്ടിക്കൽ കമ്പോണൻറ്റും ഇവിടെ ഉള്ള 1000 ആണ് എഴുതിയിരിക്കുന്നത്. സംശയമൊന്നുമില്ലല്ലോ. ഇപ്പം ഇതിലാണ് കൂട്ട്, ഇവിടെ ഇതെല്ലാം കൂട്ട്. ആർ കോസ് ആൽഫ ചെയ്യുമ്പോൾ 2r കോസ് ആൽഫ കിട്ടും. ഇത് ചെയ്യുമ്പം 2 ഇൻറ്റു മ്യൂ ആർ സൈൻ ആൽഫ 1000 കിട്ടും. പ്ലസ് 2 ഇൻറ്റു 2r എടുത്ത് 2r ഇൻറ്റു കോസ് ആൽഫ കിട്ടും. ഓക്കെ, 2r കോസ് ആൽഫ മൈനസ് ഇവിടെയും 2 ന്യൂ ആർ സൈൻ ആൽഫ ഫിസിക്കൽ 1000 എന്ന് കിട്ടും. ഇവിടെ 2r രണ്ടിടത്തുനിന്നും കോമൺ എടുത്താൽ എന്ത് സംഭവിക്കും? 2r കോമൺ എടുത്താൽ ബാക്കി വരുന്നത് കോസ് ആൽഫ മൈനസ് ന്യൂ സൈൻ ആൽഫ ഈസിക്കൽ ടു 1000 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? മ്യൂ ഉണ്ട്, നമ്മുടെ കയ്യിൽ ആൽഫ ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2r ഇൻറ്റു കോസ് 30 മൈനസ് മ്യൂ എത്രയാണ്? 0.25 സൈൻ 30 ഈസിക്കൽ ടു 1000. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് r ഈസിക്കൽ ടു 6474.74 ന്യൂട്ടൺ കിട്ടും. ഇത് സോൾവ് ചെയ്യുക കാൽക്കുലേറ്ററിൽ. അവിടുന്ന് ആറിന് റിസോൾവ് ചെയ്യുമ്പോൾ 674.74 കിട്ടും. ഓക്കെ, അവിടുന്ന് 6 കിട്ടി. ഇനിയും എന്താണ്? സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു 0 വേണമല്ലോ. സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു 0 ആയിരുന്നു എടുത്തിരുന്നത്. ഇനി സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുക. എഫ് എക്സിൽ ഏതൊക്കെ വരും? ഹൊറിസോണ്ടൽ കമ്പോണന്റ്. ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഒന്നുമില്ല, ഇവിടുത്തെ മാത്രമേ ഉള്ളൂ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു 0. പ്രത്യേകിച്ച് ഒന്നും കണ്ടുപിടിക്കാനില്ല നമുക്ക്, കാരണം 6 ഉള്ളൂ. 6 ഒന്ന് കിട്ടി. എന്നാലും ഒന്നും എടുത്ത് എഴുതി വെക്കുക. ഹൊറിസോണ്ടൽ കമ്പോണന്റ് റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ ആർ സൈൻ ആൽഫ, ഇവിടെ മൈനസ് പ്ലസ് മ്യൂ ആർ കോസ് ആൽഫ, പിന്നെ ഇവിടെ ആർ സൈൻ ആൽഫ ഇങ്ങോട്ടുണ്ട്, മൈനസ് ആർ സൈൻ ആൽഫ മൈനസ് മ്യൂ ആർ കോസ് ആൽഫ. ഇത് ചെയ്യുമ്പോൾ എന്താണ്? ഇതും ക്യാൻസൽ ആയി പോയി, ഇതും ക്യാൻസൽ ആയി പോയി, ഇസിക്കൽ ടു 0 തന്നെ കിട്ടും. ഓക്കെ, പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല, സെയിം തന്നെയാണ് വരുന്നത്. ഡയറക്ഷൻസ് ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ട് ഇത് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇതിന്റെ 0 ആയി പോകും. ഓക്കെ, ഇനി നമ്മൾ കൺസിഡർ വെഡ്ജ് എ. ഓക്കെ, ഈ ഫിഗർ സിമെട്രിക്കൽ ആയതുകൊണ്ട്, ഇത് സിമെട്രിക്കൽ ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു വെഡ്ജ് എടുത്ത് നമുക്ക് സോൾവ് ചെയ്താൽ മതി. ഒന്നെങ്കിൽ എ അല്ലെങ്കിൽ ബി എടുത്ത് സോൾവ് ചെയ്താൽ മതി, കാരണം സെയിം ഫോഴ്സുകളാണ്. ഈ പിയുടെ ഡയറക്ഷൻ മാത്രമേ മാറുന്നുള്ളൂ, ബാക്കിയുള്ളത് സെയിം ഫോഴ്സുകളാണ്. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക, എ എടുത്തിട്ട് സോൾവ് ചെയ്യാം. വെഡ്ജ് എ എടുത്തു.
വെഡ്ജ് എടുത്ത് അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ഇങ്ങനെയാണ് വരുന്നത്. ഓക്കെ, വെഡ്ജ് എടുക്കുക, അതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാമാണ് വരച്ചിരിക്കുന്നത്. വെഡ്ജ് എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു ഫോഴ്സ് പി ഉണ്ട്, പിന്നെ ഇവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് R1 എന്ന് വിളിക്കാം, R1 ഉണ്ട്. ഇനി നമ്മൾ വെഡ്ജ് ഫ്രിക്ഷൻ്റെ ഇത് അപ്ലൈ ചെയ്യുക. എന്തൊക്കെയുണ്ട് ബാക്കി ഫോഴ്സുകൾ? μR1 ഇങ്ങോട്ട് വരും, പിന്നുള്ള ഇവിടെ ഒരു റിയാക്ഷൻ ഉണ്ട്, നമ്മൾ R, ഈ റിയാക്ഷനെ ഹൊറിസോണ്ടലുമായിട്ട് മേക്കുന്ന ആംഗിളാണ് ആൽഫ, പിന്നുള്ള ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു μR ഉണ്ട്, അത് ഹൊറിസോണ്ടലുമായിട്ട് മേക്കുന്ന ആംഗിളാണ് ആൽഫ. ക്ലിയർ ആണല്ലോ? ഇത്രയുണ്ട്. ഇനിയും റിസോൾവ് ചെയ്യേണ്ടത് ഏതൊക്കെയാണ്? ഈ ആറിനെയും μRനെ റിസോൾവ് ചെയ്യുക. അപ്പം R താഴോട്ടാണ്, അപ്പം ഇങ്ങനെ രണ്ട് സംഭവങ്ങളുണ്ട്. ഹൊറിസോണ്ടലായിട്ട് മേക്കുന്ന ആംഗിളാണ് ആൽഫ. അപ്പോൾ ഇവിടെ R cos ആൽഫ കിട്ടും, ഇവിടെ R sin ആൽഫ. പിന്നെ റിസോൾവ് ചെയ്യേണ്ടത് μR ആണ്. μR ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, അപ്പം ഡയറക്ഷൻസ് ഇങ്ങനെയായിരിക്കും. അത് ഹൊറിസോണ്ടലുമായിട്ടാണ് ആൽഫ മേക്കുന്നത് μR. അപ്പോൾ ഇവിടെ വരുന്നത് μR cos ആൽഫയും ഇവിടെ വരുന്നത് μR sin ആൽഫയും. ഇപ്പോൾ റിസോൾവ് ചെയ്ത സാധനങ്ങളെല്ലാം കിട്ടിയല്ലോ. ഇനി സിഗ്മ FXും സിഗ്മ FYയും ചെയ്താൽ മതി. ഓക്കെ, ആദ്യം നമ്മൾ സിഗ്മ FY = 0 എന്നുള്ള കണ്ടീഷൻ എടുത്തു. സിഗ്മ FY = 0 വരുമ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്തൊക്കെയുണ്ട്, വെർട്ടിക്കൽ കമ്പോണന്റ് എന്തൊക്കെയുണ്ട്? ഇവിടെ ഒരു R1 ഉണ്ട്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ വെർട്ടിക്കൽ കമ്പോണന്റ്. മുകളിലോട്ടുള്ളതിനെ പോസിറ്റീവ് എടുത്താൽ R1 പോസിറ്റീവ് മൈനസ് R cos ആൽഫ പ്ലസ് μR sin ആൽഫ = 0 എന്ന് കിട്ടും. കറക്റ്റ് അല്ലേ? ഇവിടെ R cos ആൽഫ താഴോട്ടുണ്ട്, μR sin ആൽഫ ഉണ്ട്. അപ്പോൾ കിട്ടുന്നത് സിംപ്ലൈസ് R1 = ഇവിടെ രണ്ടിന് R കോമൺ എടുത്താൽ ബാക്കി വരുന്നത് cos ആൽഫ പ്ലസ് μ sin ആൽഫ = 0. കറക്റ്റ് അല്ലേ? ഓക്കെ, ഇനി നമുക്കിവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ആറിൻ്റെ വാല്യൂ ഉണ്ട്, നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ R1 = R നമുക്ക് കിട്ടിയത് 674.74 ആണ്, ഇൻറ്റു cos 30 പ്ലസ് 0.25 sin 30. സോറി, ഇവിടെ മൈനസ് അല്ലേ വരുന്നത്? കാരണം എന്താ? ഇതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഈക്വൽ സൈനിൽ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ് ആകും. അപ്പോൾ R cos ആൽഫ മൈനസ് μ sin ആൽഫ കിട്ടും. ഇതിന് അപ്പുറത്ത് പോവാം. ഇത് റിസോൾവ് ചെയ്യുമ്പോൾ R1 = 500 Newton കിട്ടും. അല്ല, കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്ത് നോക്കണം. 500 Newton കിട്ടും. ഓക്കെ, സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി നമ്മൾ സിഗ്മ FX = 0 എന്നുള്ള കണ്ടീഷൻ എടുക്കുക. സിഗ്മ FX = 0 എന്നുള്ള കണ്ടീഷൻ. സിഗ്മ FX = 0യിൽ എന്തൊക്കെയുണ്ട് കമ്പോണൻസ്? ഒരു P ഉണ്ട്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ്. അതായത് റൈറ്റിലോട്ടുള്ളത് പോസിറ്റീവ് എടുത്താൽ P, ഇത് രണ്ടും ലെഫ്റ്റിലോട്ടാണ്. P മൈനസ് R sin ആൽഫ മൈനസ് μR cos ആൽഫ = 0 എന്ന് കിട്ടും. പിന്നെ ഒരു ഫോഴ്സ് ഉണ്ടല്ലോ, സോറി, ഇവിടെ ഒരു μR1 റൈറ്റിലേക്കുണ്ട്, കിട്ടുമായിരുന്നു. P ഉണ്ട്, ഇവിടെ ഒരു μR1 ഉണ്ട്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ കമ്പോണൻസ് ഉണ്ട്. അപ്പം ഒരു μR1 കൂടെ വരും = 0. സിഗ്മ FX = 0 ആണ് ഈ ഫിഗറിന്. ഓക്കെ, P മൈനസ് ആറിന് വാല്യൂ ഉണ്ട് 674.74 ഇൻറ്റു സൈൻ ആൽഫ 30 മൈനസ് 0.25 ഇൻറ്റു ആറിന് വാല്യൂ എത്രയാണ്? 674.74 ഇൻറ്റു കോസ് 30 മൈനസ് μ 0.25
ഇൻറ്റു R1 500 0 ആണ്. ഇതിനെ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ പിയുടെ വാല്യൂ കിട്ടും 608.4 ന്യൂട്ടൺ കിട്ടും റിസോൾവ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇതെടുത്ത് മനസ്സിലായല്ലോ. ഫിഗറിന് എടുത്തതാണ്. ഇതിന് കമ്പോണൻസ് എല്ലാം എടുത്തിരിക്കുകയാണ്. പി ഉണ്ട്, µr ഉണ്ട്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും കമ്പോണൻസ് ഉണ്ട്. അതെല്ലാം കൂടി എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഇക്വേഷൻ കിട്ടുന്നത്. അതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം നമുക്ക് 608.4 ന്യൂട്ടൺ കിട്ടും. ഓക്കെ.